ഷൊർണൂർ പ്രഭാതം പബ്ലിക് ലൈബ്രറിയുടെ ഓണപ്പതിപ്പിൽ വന്ന സുപ്രഭ കെ.ടിയുടെ ഓണസ്മരണ. ഓണപ്പെരുമ. സുപ്രഭ കെ.ടി എഴുതുന്ന ഓണസ്മരണ. ഓണപ്പെരുമ. മലബാറിൻ്റെ മണ്ണിൽ ഓർമ്മകളിൽ വസന്തം വിതറി എന്നും നിറച്ചാർത്തുകൾ തൂകി നന്മ നിറഞ്ഞതായിരുന്നു കുട്ടിക്കാലത്തെ ഓണം. പൂമൊട്ടുകൾ തേടിയുള്ള കറക്കം മുതൽ തുടങ്ങുന്ന ആരവമാണ്. ചുറ്റുമുള്ള വീട്ടിലെ പൂക്കളത്തേക്കാൾ മികച്ചതാക്കാനുള്ള വെമ്പൽ, പുഴുങ്ങാനുള്ള പഴത്തിൻ്റെ അറ്റവും മൂലയും കിട്ടാനുള്ള തിരക്കുകൂട്ടൽ, അതെല്ലാം ചെന്നു നിൽക്കുന്നത് അച്ഛൻ്റെ വക ഓണക്കോടി എടുക്കാനുള്ള ആവേശം. എന്നും ഏറ്റവും നല്ലത് മാത്രം വാങ്ങിത്തരുന്ന അച്ഛൻ ഒരു വിസ്മയം തന്നെയാണ്. തിരുവോണം, പിന്നെ ബഹളമയം, ഏറ്റവും വലിയ പൂക്കളമിടാനുള്ള ആർജവം. ജാതിമത ഐക്യത്തിൻ്റെ പെരുമയുള്ള മലപ്പുറം ജില്ലയിലായതുകൊണ്ട് ഓണം, പെരുന്നാൾ ഒക്കെ ആഘോഷ കൊടുമുടി തന്നെയായിരുന്നു. ഒരുപാട് ആളുകൾക്കുള്ള സദ്യ കഴിഞ്ഞ് പായസമൊക്കെ അടുത്ത വീടുകളിൽ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മ വീട്ടിലേക്കുള്ള യാത്ര, അതൊരു സന്തോഷ കൂടാരം തന്നെ. ഒരുപാട് ആളുകൾ നിറഞ്ഞ കുടുംബം. അമ്മാവൻ തറവാട്ടിലെ കാരണവർ എന്ന പേര് അന്വർത്ഥമാക്കുന്ന തരത്തിലായിരുന്നു. അവിടെ എത്തിയാൽ പിന്നെ കുസൃതികളുടെ ആഘോഷം തുടങ്ങും. കറണ്ട് പോകുമ്പോൾ കാണാതാവുന്ന പഴങ്ങൾ, അമ്മമ്മയുടെ പത്തായത്തിൽ നിന്നും മോഷ്ടിക്കുന്ന വറവുകൾ, കാവിലും മച്ചിലും വിളക്ക് വയ്ക്കാൻ പോകുമ്പോൾ ഉള്ളിലെ പ്രേതകഥകളുടെ ബാക്കി പത്രമെന്നോണം കിടക്കുന്ന പേടിയുടെ അകമ്പടിയോടെ ചെറിയ ശബ്ദങ്ങൾ കേട്ട് തിരിഞ്ഞു നോക്കാതെയുള്ള ഓട്ടം. മുഴുവൻ സമയവും അടുക്കളയിലാണെങ്കിലും കരയുന്ന കുട്ടിയുടെ വാശി തീർത്ത് എന്തിനും ഏതിനും മിണ്ടാതെ വഴക്കു കേൾക്കുന്ന അമ്മായി. പക്ഷേ രാത്രിയിൽ പുലർച്ചെ വരെ പ്രേതകഥകൾ പറഞ്ഞ് കോമഡി പറഞ്ഞ് ഒരു ഓളം സൃഷ്ടിക്കും. പിന്നെ ഒരു സിനിമയ്ക്ക് പോവൽ, ഒരു ജീപ്പിൽ മൊത്തം ആളുകൾ കുത്തി നിറച്ചൊരു പോക്ക്. ഓർമ്മകൾക്ക് ഇപ്പോഴും എന്തു സുഗന്ധം. ഓർമ്മകൾ അങ്ങനെ പുഴ പോലെ അനന്തമായി ഒഴുകട്ടെ. ഞാനും ചേട്ടനും കുട്ടിയേട്ടനും ചേച്ചിയും അടങ്ങുന്ന കുടുംബത്തിൽ ഓണത്തിൻ്റെ പെരുമ അങ്ങനെ ഇന്നും എന്നും അണയാതെ. സുപ്രഭ കെ.ടിയുടെ ഓണപ്പെരുമ എന്ന ഓണസ്മരണ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് റംല എം. ഇക്ബാൽ. നന്ദി.